Hello friends, welcome to SAT, St. Augustine Tuition Center online tuition live classes. Welcome to SAT class 11 Maths, chapter 1, sets, part 7. നമ്മൾ പഠിക്കാൻ പോകുന്ന കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് ആണ്. എന്താണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു സെറ്റ് ഞാൻ എഴുതുകയാണ് 1, 2, 3. സപ്പോസ് ദിസ് ഇസ് എ സെറ്റ് and the set is denoted as U. What is U? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് യൂണിവേഴ്സൽ സെറ്റ്. ആൻഡ് സപ്പോസ് എ എന്ന് പറഞ്ഞ മറ്റൊരു സെറ്റ് എഴുതിയാണ് 1, 3. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയാം യുവിൽ നിന്ന് എ കുറയ്ക്കുക. സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. യുവിൽ നിന്ന് എ കുറയ്ക്കുക. യുവിൽ നിന്ന് എയിലുള്ള ആൾക്കാരെ അങ്ങനെ കുറച്ച് കളയണം. അപ്പൊ ഞാൻ യു ആദ്യം എഴുതുകയാണ്. ദിസ് ഈസ് മൈ യു 1, 2, 3 minus this is my a, that is 1, 3. Okay, then 1 1 minus 0, 3 minus 3 0, then only 2 is left. So the answer is, what is 2? Clear? And the 2 is known as a complement. ഒരു variant ഒരു comment ഉണ്ട്, ഇങ്ങനെ ഒരു ചെറിയൊരു വരാം. This is 2. So what is a complement? U will in the A കുറച്ചാൽ കിട്ടുന്നതാണ് a complement. And a complement is also denoted as AC. ഒരു C ആയിട്ട് നമുക്ക് denote ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണ്? നമ്മൾ ഇതിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ this rectangle is denoted as U. And ഇവിടെ നമ്മളൊരു A എന്ന് പറഞ്ഞൊരു സെറ്റ് വരയ്ക്കാം. ക്ലിയർ? യൂണിവേഴ്സ് ഇന്ന് 1, 2, 3, 4, 5, 6. That is, U contain 6 elements. 1, 2, 3, 4, 5, 6. Clear? And the A contain only 2 elements. That is 2, 3. Clear? Okay. Then my question is, what is a complement, sir? A complement. A complement is equal to U minus A. U minus A. അപ്പൊ ഇത് കാണാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എയിലുള്ള ആള് യുവിൽ നിന്ന് വെട്ടിക്കളയാം. 2 വെട്ടിക്കളയാം, 3 ഇവിടെ 3 വെട്ടിക്കളയാം. ബാക്കി യുവിൽ എന്തുണ്ട് അതെടുത്ത് എഴുതാം. ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു ദ സെറ്റ് 1, 4, 5, 6. ക്ലിയർ? ഓക്കെ, ഇവിടെ നോക്കൂ, 1, 4, 5, 6 എവിടെ കിടക്കുന്നത്? ഈ റൗണ്ടിന് പുറത്താണ് കിടക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുക, ഇതൊരു തെർമോക്കോളാണെന്ന് വിചാരിക്കുക. ഈ സ്ക്വയർ ആകൃതിയിലെ തെർമോക്കോൾ, ആ വൈറ്റ് ഭാഗം കാണുന്നത് യു. ക്ലിയർ? നിങ്ങൾ അതിനകത്ത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് വരച്ചു. ദിസ് ഈസ് യുവർ എ. ഓക്കെ, ഈ എ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഈ എ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അവിടെ ഒരു ഹോൾ ആവും. കണ്ടോ? എ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ബാലൻസ് ഉള്ള പോർഷൻസ് നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്യുക. ബാലൻസ് ഉള്ള പോർഷൻസ് സാർ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് എന്താണ്? ഈ ഷെയ്ഡ് ചെയ്ത പോർഷനെയാണ് നമ്മൾ എന്ത് പറയാ? എ കോംപ്ലിമെന്റ്. ദിസ് ഈസ് നോൺ ആസ് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ്. ക്ലിയർ? സോ വാട്ട് ഈസ് എ കോംപ്ലിമെന്റ്? യുവിൽ നിന്ന് എ കുറയ്ക്കുന്നതാണ് എ കോംപ്ലിമെന്റ്. പ്ലീസ് ലിസൺ. എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എന്താണ്? എ. നിങ്ങൾ തെർമോക്കോൾ എടുത്തിട്ട് റൗണ്ട് അങ്ങോട്ട് കട്ട് ചെയ്ത ആ റൗണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് മാറ്റി വെക്കുക. ബാക്കി നിങ്ങൾ കാണുന്നത് എന്തായിരിക്കും? ഒരു വൈറ്റ് പോർഷൻ ആയിരിക്കും. അവിടെയാണ് സാറി ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് എ കോംപ്ലിമെന്റ്. ക്ലിയർ? So if U is a universal set and A is a subset of U, then the complement of A is the set which contains those elements of U, U will under, which are not contained in A. A illa, and is denoted by A complement or AC. Now this is denoted by A complement. ഇങ്ങനെ പറയാറുണ്ട്, അതുപോലെ ഇങ്ങനെയും പറയാറുണ്ട്. അതായത് എ എലമെന്റ്സ് ഒക്കെ എവിടെയുണ്ട്? എലമെന്റ്സ് എല്ലാം എവിടെയുണ്ട്? യുവിലുണ്ട്, ബട്ട് എവിടെയില്ല? എയിൽ ഇല്ല. ക്ലിയർ ആണോ? യുവിലുണ്ട്, എയിലില്ല. അങ്ങനെയുള്ളതാണ് നമ്മൾ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. യുവിനകത്ത് ഉണ്ട്, ബട്ട് എയിനകത്ത് ഇല്ല. മനസ്സിലായോ? അതായത് എയിലുള്ള എലമെന്റ് യുവിനകത്തുണ്ട്, യുവിലുള്ള എലമെന്റ് എയിനകത്തില്ല. യുവിലുള്ളതും എയിൽ ഇല്ലാത്തതുമായ ആൾക്കാരാണ് എന്ത്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ?
ഒന്നുകൂടി പറയാം സാർ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ്. യു എന്ന് പറയുന്നത് 1, 2, 3 ആണ് വിചാരിക്കും. ആൻഡ് എ എന്ന് പറയുന്നത് ജസ്റ്റ് 3 ആണ്. ഇനി നിങ്ങൾ പറയും യുവിലുള്ളതും, മനസ്സിലായ, യുവിൽ ഉണ്ടായിരിക്കണം, എന്നാൽ എയിലുള്ളത് ആയിരിക്കാനും പാടില്ല. ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി യു ബട്ട് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ എ. യുവിൽ ഉണ്ട്, എയിൽ ഇല്ല. യുവിലുള്ളത് 1, അത് എയിലുണ്ടോ? ഇല്ല. യുവിലുള്ളത് 2, അത് എയിലുണ്ടോ? ഇല്ല. യുവിലുള്ളത് 3, അത് എയിൽ ഉണ്ട്. അപ്പൊ അത് പാടില്ല. അപ്പൊ യുവിലുള്ളതും എയിലില്ലാത്തതും, ദാറ്റ് ഈസ് 1, 2. ദിസ് ഈസ് എ കോംപ്ലിമെന്റ്. വെരി ഈസിയാണ്. യുവിൽ നിന്ന് എ കുറച്ചാൽ മതി. എയിലുള്ള എലമെന്റ് യുവിൽ നിന്ന് അങ്ങോട്ട് വെട്ടിക്കളയാം. ബാക്കി യുവിൽ എന്തുണ്ടോ അതാണ് എന്ത്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? Thus A complement is equal to the set of all such that x belongs to U. X യുവിലുണ്ട് and x not belongs to A. X എവിടെയില്ല? എയിലില്ല. Okay, this is the definition. In the figure, complete area of the rectangle represent the universal set and the shaded portion represent the complement of the set A. Okay, നോക്കണം. സപ്പോസ് ഈ ബ്ലൂ കളറിലുള്ളത് യൂണിവേഴ്സിറ്റി യു ആണെന്ന് വിചാരിക്കുക. ഈ സെന്ററിൽ സാർ വരച്ചിരിക്കുന്നത് എ. ഇനി എന്ത് ചെയ്ത് എ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു, അത് കട്ട് ചെയ്ത് മാറ്റി എ. ബാക്കി നിങ്ങൾ ഈ കാണുന്ന ബ്ലൂ കളർ, ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ്? എ കോംപ്ലിമെന്റ്. ദിസ് ഈസ് എ കോംപ്ലിമെന്റ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഈസ് എന്താണ്? യു. ദിസ് ഈസ് യു, യൂണിവേഴ്സിറ്റി എല്ലാവരും 1. ഓക്കെ, ദെൻ നമ്മൾ അതിനകത്ത് ഒരു പ്രത്യേകം സെറ്റ് എടുക്കുകയാണ്. സപ്പോസ് എ, ദെൻ എ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. ബാലൻസ് ഉള്ള പോർഷനിൽ അതിനെ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത്. ഷെയ്ഡഡ് പോർഷൻ ഈസ് നോൺ ആസ് എന്താണ്? എ കോംപ്ലിമെന്റ്. ക്ലിയർ? എക്സാമ്പിൾ, ഇഫ് യു സമം 2, 3, 4 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണൽ സംഖ്യ എടുക്കണമാണ്. ആൻഡ് എ സമം 2, 4, 6, 8 ഈവൻ നമ്പർ, ഇരട്ട സംഖ്യകളാണ്. ദെൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യുവിൽ നിന്ന് എ കുറയ്ക്കണം. അപ്പൊ ഇരട്ട സംഖ്യകളൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാക്കി വരുന്നത് ഒറ്റ സംഖ്യകളാണ്. 1, 3, 5 എക്സെട്ര. ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ്. ഇനി നമുക്ക് ചില തിയറീസ് ആണ്, ഇത് കാണാപ്പണം പഠിക്കണം. യു കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും. യു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ കോംപ്ലിമെന്റ് എന്താ? യു മൈനസ് എ. യു കോംപ്ലിമെന്റ് എന്തായിരിക്കും? യു മൈനസ് യു. യു മൈനസ് യു നൾ സെറ്റ്. യൂണിവേഴ്സിറ്റിന്റെ എല്ലാ എലമെന്റും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? നൾ സെറ്റ് മാത്രം. സോ പ്ലീസ് റിമെമ്പർ, യു കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. ദെൻ നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? യു. അതെങ്ങനെയാണ് സാർ? നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യുവിൽ നിന്ന് നൾ സെറ്റ് കുറയ്ക്കണം. യുവിൽ നിന്ന് ഒന്നും കുറയ്ക്കുന്നില്ല, ഒന്നും വെട്ടിപ്പോകുന്നില്ല. അപ്പൊ യു തന്നെ. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ ദ കോംപ്ലിമെന്റ് ഓഫ് നൾ സെറ്റ് ഇസ് ഈക്വൽ ടു യു. ക്ലിയർ? ദെൻ എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു. അത് നമുക്ക് ഇവിടുത്തെ എക്സാമ്പിളിൽ നിന്ന് നോക്കാം. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 ആണ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7 ആണ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ്, ഈ കോൺസെപ്റ്റ് എന്താ? യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എയിലുള്ളത് എഴുതണം, എ കോംപ്ലിമെന്റിലുള്ളത് എഴുതണം, റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. എ ഓർ ബി എന്നാണ്. എ ഓർ എ കോംപ്ലിമെന്റ്. എ ഓറിനാണ് നമ്മളിങ്ങനെ യു എന്ന് പറഞ്ഞ അക്ഷരം ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ? ഫോർ എക്സാമ്പിൾ, എ സമം 1, 2. ഓക്കെ, ആൻഡ് ബി സമം 2, 3, 5. ദെൻ എ യൂണിയൻ ബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എയിലുള്ള എല്ലാവരും പെറുക്കി എഴുതുക, 1, 2. ദെൻ ബിയിലുള്ള എല്ലാവരും എഴുതുമ്പോൾ എഴുതിയത് എഴുതാൻ പാടില്ല. അപ്പൊ 2 ഓൾറെഡി നമ്മൾ ഇതിനകത്ത് രണ്ടിലും എഴുതിയതാണ്, അപ്പൊ അത് എഴുതാൻ പാടില്ല. ബാക്കി എഴുതാം 3, 5. ദിസ് ഇസ് എ ഓർ ബി. എയിലോ ബിയിലോ ഉള്ളത് ആണ് യൂണിയന്റെ അർത്ഥം. കിട്ടിയോ? അപ്പൊ എയുടെയും എ കോംപ്ലിമെന്റ് യൂണിയൻ എടുത്താൽ നമുക്ക് കിട്ടുന്നത് യു ആയിരിക്കും. കണ്ടോ? ഇവിടെ ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ രണ്ടും കൂടി ചേർന്നാൽ യു കിട്ടും. സോ എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു. ക്ലിയർ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എ ഇന്റർസെക്ഷൻ ബി കാണാം. എയിലും ബിയിലും ഉള്ളത്, എ ആൻഡ് ബി രണ്ടിലും പൊതുവായിട്ടുള്ളത്. ഇവർ രണ്ടിലും കോമൺ ആയിട്ട് 2 ആണുള്ളത്. സോ ദ ആൻസർ ഇസ് 2. ക്ലിയർ? അപ്പൊ നമ്മളിവിടെ നോക്കിയേ, ഇതാണ് എ ഇരട്ട സംഖ്യയിൽ, ഇതാണ് എ കോംപ്ലിമെന്റ് ഒറ്റ സംഖ്യ. ഇത് രണ്ടിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? കോമൺ ആയിട്ട് ഒരിക്കലും ഒന്നും വരില്ല. സോ നൾ സെറ്റ് ആണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. This is the fourth result. A intersection A complement is equal to null set. Then A complement whole complement is equal to A.
That's very important one. Then A complement ഇതാണ്. Clear? ഇതിന്റെ കോംപ്ലിമെന്റ് ആണ് എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, യുവിൽ നിന്ന് ഇത് കുറയ്ക്കണം, യു മൈനസ് എ കോംപ്ലിമെന്റ് കുറയ്ക്കണം. ദാറ്റ് ഈസ് യു ഇതാണ്. അതിന് എ കോംപ്ലിമെന്റ് ആയ 1 കുറച്ചു, 3 കുറച്ചു, പിന്നെ എന്താണ് ഇവിടെ 5 ഉണ്ടാവും, 5 കുറച്ചു, ബാക്കിയുള്ള 2 4 2 4 6 8 ഇങ്ങനെ പോകും കണ്ടോ. ദാറ്റ് ഈസ് എ. സോ എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ. ക്ലിയർ? Remember, the complement of a set A with respect to the universal set U is defined as a set U minus A and is denoted by A complement or A modular C. Symbolically, A complement എന്ന് പറഞ്ഞാൽ U ൽ നിന്ന് A കുറയ്ക്കുന്നതാണ്. That is, X belongs to U. X U ലുണ്ട് and X not belongs to A. A complement is equal to the set of all such that X belongs to U and X not belongs to A. Clear? We can also define A complement as follows. A complement is a set of all those elements which do not belong to A. A യിൽ ഇല്ലാത്ത എലമെന്റുകളാണ് A complement. This shows that any X belongs to A complement. That implies X not belongs to A. It's very important ആണ്. X A complementനകത്തുണ്ടെങ്കിൽ X എവിടെ ഉണ്ടാവില്ല, Aനകത്ത് ഉണ്ടാവില്ല. Aനകത്ത് ഇല്ലാത്തതും യുവിലുള്ളതുമായിട്ടുള്ളതാണ് എന്ത് A complement. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് ഒന്നുകൂടി പറഞ്ഞോളൂ. യു കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു. എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു ആണ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് നൾ സെറ്റ് ആണ്. എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ. പ്ലീസ് സ്റ്റഡി ദിസ് വെൽ. ഇത് നന്നായി പഠിക്കണം കേട്ടോ ഈ റിസൾട്ട്. ക്ലിയർ? Okay, example 1. Let A summon 1, 2, 3, 4, B summon 2, 4, 6, 8, C summon 3, 4, 5, 6. And the universal set U is equal to 1, 2, 3, 4, etc. to 9. Find A complement, whole complement, B complement, and C complement. First of all, A complement. A complement is U. This is our U. And this is our A. That's A. That's U in the captive. Then 2 എടുക്കുക, അത് യു ന് കട്ട് ചെയ്തു. Then 3 എടുക്കുക, അത് യു ന് കട്ട് ചെയ്തു. Then 4 എടുക്കുക, അത് യു ന് കട്ട് ചെയ്തു. ഇവിടെ ബാക്കി എത്ര ഉണ്ട്? 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. ബാലൻസ് ഇത്രയുണ്ട്. And this is known as എന്താണ്? A complement. So what is A complement? യു ൽ നിന്ന് എയിലെ എല്ലാ എലിമെന്റ്സും നമ്മൾ കട്ട് ചെയ്തു. ബാലൻസ് ഉള്ളതാണ് എന്ത് A complement എന്ന് പറയുന്നത്. ക്ലിയർ? So A complement is a set of elements in U which are not present in A. That is U minus A. 5, 6, 7, 8, 9. Similarly, നിങ്ങൾക്ക് എന്താണ് A complement whole complement ആണ്. So ഇതാണ് A complement എന്ന് നമുക്ക് കിട്ടിയത്. This is our A complement. So this is our A complement. Clear? ഇനി A complement ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്താണ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. 5 ഇവിടുന്ന് പോവും, 6 പോവും, 7, 8, 9 അതെല്ലാം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളതൊന്നും ഓൺലി 1, 2, 3, 4. So 1, 2, 3, 4 is the answer. ഇനി മൂന്നാമത്തത് ബി എന്ന് പറഞ്ഞ യു ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു ബി യു മൈനസ് ബി. അപ്പൊ ബി ഇവിടെ എന്താണ്? 2 ആണ്. സോ 2 ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്തു സാറ്. 4 കട്ട് ചെയ്തു. 6 അവിടെ പോയിട്ടുണ്ടാവും, 8 പോയിട്ടുണ്ടാവും. അപ്പൊ ബാക്കി എന്താണ്? ഒറ്റ സംഖ്യകൾ മാത്രമാണ് വരിക. 1, 3, 5, 7, 9. ക്ലിയർ? നെക്സ്റ്റ് സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യുവിൽ നിന്ന് സി കുറയ്ക്കുന്നതാണ്. അപ്പൊ ഇവിടെ this is our C എന്ന് പറഞ്ഞാൽ 3 ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോയി. പിന്നെ 4 കട്ട് ചെയ്ത് പോയി. പിന്നെ 5ഉം 6 ഇവിടെ 5 ഉണ്ട്, 6 ഉണ്ട്, വെട്ടിപ്പോയി. ബാക്കി ഇവിടെ ഒരു 7 ഉണ്ട്, 8 ഉണ്ട്, ലാസ്റ്റ് 9 ഉണ്ട്. അപ്പൊ 1, 2, 7, 8, 9. 1, 2, 7, 8, 9. This is the answer. Clear? If A summon 1, 2, 3, B summon 2, 3, 4, and C summon 3, 4, 5, 6, and the universe set U is equal to 1, 2, 3, etc. to 9, then find A complement, B complement, C complement. Very easy ആണ്. ഇതുപോലെ നമുക്ക് ചെയ്യാം. A complement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവിൽ നിന്ന് A കുറയ്ക്കണം. അപ്പോൾ 1ഉം 2ഉം 3ഉം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. ബാക്കിയുള്ള 4 മുതൽ 9 വരെ 4, 5, 6, 7, 8, 9. ക്ലിയർ? Then B complement. B complement 2ഉം 3ഉം 4ഉം വിട്ട് കളയണം. 2, 3 ഇവിടെ ഒരു 4 ഉണ്ട്, 4 ഉണ്ട്. ബാക്കി 1 സ്റ്റാർട്ട് ചെയ്ത് 5 മുതൽ 1, 5, 6, 7, 8, 9. ക്ലിയർ? Then C എന്ന് പറഞ്ഞാൽ 3 വിട്ടണം. അവിടെ നിന്ന് 3 പോയി. 4, 5, 6. അപ്പൊ ഇവിടെ നിന്ന് 3, 4, 5, 6 ഇത്രയും വിട്ട് കഴിഞ്ഞാൽ പിന്നെ 1, 2 പിന്നെ 7 മുതൽ 1, 2, 7, 8, 9. ക്ലിയർ? That's all.
If you use some A, B, C, D, F, G, H, find the complement of the following set. താഴെ തന്നിരിക്കുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് സെറ്റ് എ ബി സി ആണ്. അപ്പൊ എ ഇവിടുന്ന് വെട്ടി, ഇവിടുന്ന് വെട്ടി, ബി വെട്ടി, ബി വെട്ടി, സി വെട്ടി, സി വെട്ടി. ബാലൻസ് ഉള്ളതാണ് ആൻസർ അല്ലേ? സോ ദിസ് ഈസ് ദ ആൻസർ. A complement with respect to A is U minus A, that is B, E, F, G, H. അടുത്തത് B, D, E, F, G. D, E, F, G. ബാലൻസ് ഉള്ളത് നോക്കൂ. A, B, C, H. A, B, C, H. അതാണ് B കോംപ്ലിമെന്റ്. സിമിലാർലി C കോംപ്ലിമെന്റിലെ A പോയി C, C പോയി E, E പോയി G, G പോയി. ബാലൻസ് ഉള്ളത് B, D, F, H. B, D, F, H. ക്ലിയർ? The next D complement F boy G, G boy H boy, then A boy, that is B, C, D, E. Clear? Okay. For any set A, prove that A complement is equal to A. A complement is equal to A. A complement whole complement in the meaning is and the meaning is U minus A complement. U minus A complement. അതായത് X എവിടെയുണ്ട്? X belongs to U. X U ലുണ്ട്. And X not belongs to എന്താണ്? A complement. അതാണ് ഇതിന്റെ അർത്ഥം. So this is written as here. Clear? Okay. ഇനി നോക്കൂ. X belongs to U and X not belongs to A complement. X A complement അകത്ത് ഇല്ലെങ്കിൽ പിന്നെ എവിടെ ഉണ്ടാവും? X belongs to A. അപ്പോ you can write instead of X A complement അകത്തില്ലെങ്കിൽ പിന്നെ എന്താണ്? X A യുടെ അകത്തുണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ. അത് നമ്മൾ ഇതിന് മുന്നേ തിയറി പഠിപ്പിച്ചത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. This X belongs to A complement. X A complement അകത്തുണ്ടെങ്കിൽ എയിനകത്ത് ഉണ്ടാവില്ല. തിരിച്ചു. മനസ്സിലായോ? അപ്പൊ ആ ഒരു തിയറിയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സ് എ കോംപ്ലിമെന്റ് അകത്തുണ്ട്. ക്ലിയർ? അപ്പോ എക്സ് എ കോംപ്ലിമെന്റ് അകത്ത് ഇല്ല, അപ്പൊ എനകത്ത് ഉണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ നമുക്ക് ഇങ്ങനെ റിട്ടേൺ ചെയ്യാം. അതിന്റെ അർത്ഥം എന്താ? എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് ബിലോങ്സ് ടു എ. ദാറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു എ. എക്സ് എനകത്തുണ്ട്. ദാറ്റ് ഈസ് എ. ക്ലിയർ? അപ്പൊ എ കോംപ്ലിമെന്റ് എ എന്ന് പറഞ്ഞാൽ എന്താ? എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് എന്തായിരിക്കും? എ ആയിരിക്കും. ഇങ്ങനെ തെളിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് തെളിയിക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ എ സംബന്ധാണ് 1, 2, 3 എടുക്കുക. ഓക്കെ. ആൻഡ് യു സമം നിങ്ങൾ എന്താണോ യൂണിവേഴ്സൽ സെറ്റ് എടുക്കുക. നാച്ചുറൽ നമ്പർ 1, 2, 3, 4, 5 ഒരു 5 എടുക്കുക. എന്നിട്ട് നിങ്ങൾ എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. അവിടെ ഉത്തരം എഴുതുക. എന്നിട്ട് എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. അതിന്റെ ഉത്തരം എഴുതുക. എന്നിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യുക അത് തന്നെയാണ് എന്ന്. അങ്ങനെയും തെളിയിക്കുക. Okay. Prove that A complement minus B complement is equal to B minus A. It's difficult ആണ്, ശ്രദ്ധിച്ചിരിക്കണം. That X belongs to A complement minus B complement. ഈ ഇതിന ലെഫ്റ്റ് സൈഡ് സാധ്യതയാണ്. X ഇതിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. X ഇതിനകത്ത് ഉണ്ടാകണമെങ്കിൽ ഇതിന്റെ മീനിങ് എന്താണ്? ദിസ് ഇസ് U ആണ്. യുവിന്റെ സ്ഥാനത്താണ്. X A കോംപ്ലിമെന്റ് അകത്തുണ്ട്. X എന്തിനകത്തില്ല? B കോംപ്ലിമെന്റിനകത്തില്ല. B കോംപ്ലിമെന്റിലില്ല. ബി കോംപ്ലിമെന്റിൽ ഇല്ലെങ്കിൽ ബിയിലുണ്ടാവും. ഇതെങ്ങനെ എഴുതാം? എക്സ് നോട്ട് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. എക്സ് എ കോംപ്ലിമെന്റിനകത്ത് ഉണ്ടെങ്കിൽ അത് എയിൽ ഉണ്ടാവില്ല. ബി കോംപ്ലിമെന്റിനകത്ത് ഉണ്ടെങ്കിൽ ബിയിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവും. അപ്പോ കൺഫ്യൂഷൻ വരണ്ട. എക്സ് എനകത്ത് ഉണ്ടെന്ന് വിചാരിക്കും, എങ്കിൽ എക്സ് എവിടെ ഉണ്ടാവില്ല? എ കോംപ്ലിമെന്റിനകത്ത് ഉണ്ടാവില്ല. എക്സ് ബിയിലുണ്ടെങ്കിൽ എക്സ് എവിടെ ഉണ്ടാവില്ല? ബി കോംപ്ലിമെന്റിനകത്ത് ഉണ്ടാവില്ല. ബി കോംപ്ലിമെന്റിനകത്ത് എക്സ് ഉണ്ടാവില്ല. തിരിച്ചും പറയാം. എക്സ് നോട്ട് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ്. ദാറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു എ. എക്സ് നോട്ട് ബിലോങ്സ് ടു ബി കോംപ്ലിമെന്റ്. ദാറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു ബി. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഈക്വൽ ആണ്. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യുവിനകത്തും ഉണ്ട്, ഇതിനകത്തില്ല. അതാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ്. എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ്. ദാറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ്. ഇതിനകത്തുണ്ട്, ഇതിനകത്തില്ല. ഇവിടെ ഉണ്ടെന്ന് എഴുതുമ്പോൾ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ എന്ന് എഴുതണം.
ഇവിടെ ഇല്ല എന്ന് എഴുതുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എക്സ് ബിലോങ്സ് ടു ബി എന്ന് എഴുതാം. ഓക്കെയോ? ഇനി സാർ നിങ്ങൾ തിരിച്ചെഴുതുന്നത് ഇത് ആൻഡ് ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും എഴുതാം. എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ, ഇത് രണ്ടും എഴുതി. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് ഇതിനകത്തുണ്ട് ഇതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബി മൈനസ് എ ആണ്. കണ്ടോ? ഇതിനകത്തുണ്ട് ഇതിനകത്തില്ല, അപ്പൊ എക്സ് ബിലോങ്സ് ടു ബി മൈനസ് എ. സോ പ്രൂവ് ദാറ്റ്. പ്രൂവ് ചെയ്തു. കണ്ടോ? അപ്പോ എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് ബി മൈനസ് എ. സബ്സെറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് തിരിച്ച് ചെയ്യാൻ പോകണം. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യാൻ പോകണം. എക്സ് ബിലോങ്സ് ടു ബി മൈനസ് എ. അങ്ങനെയാണെങ്കിൽ എക്സ് ബിയിനകത്തുണ്ട് എനകത്തില്ല അല്ലെ? എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. എക്സ് ബിനകത്തുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എക്സ് ബി കോംപ്ലിമെന്റിനകത്തില്ല. എക്സ് എനകത്ത് ഇല്ലെങ്കിൽ എക്സ് എ കോംപ്ലിമെന്റിനകത്തും ഉണ്ട്. അപ്പൊ ഇങ്ങനെ വന്ന് ഇതിനകത്ത് ഇല്ല ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് ആദ്യം എഴുതണേ. ഇതിനകത്തുണ്ട് ഇതിനകത്ത് ഇല്ല, ഉള്ളത് മൈനസ് ഇല്ലാത്തത്. ഓക്കെ? അപ്പൊ എക്സ് അതിനകത്തുണ്ട് എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റിനകത്തുണ്ട്. അതിലെ നമ്മുടെ ലെഫ്റ്റ് സൈഡ്. സോ ബി മൈനസ് എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എന്താണ്? എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ്. അപ്പൊ ഫ്രം 1 and 2 നമ്മൾ ഇതിന് മുന്നേ ഒരു തിയറി പഠിച്ചിട്ടുണ്ട്. എ ബിയുടെ സബ്സെറ്റും ബി എയുടെ സബ്സെറ്റും ആയാൽ രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പൊ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ പറയുന്നത് എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ് ഇസ് സബ്സെറ്റ് ഓഫ് ബി മൈനസ് എ. കാരണം എക്സ് ബിലോങ്സ് ടു ദിസ്, എക്സ് ബിലോങ്സ് ടു ദിസ് ആൻഡ് എക്സ് ബിലോങ്സ് ടു ദിസ്. കണ്ട? സിമിലാർലി ഇവിടെ നമ്മൾ തെളിയിച്ചത് എന്താണ്? ബി മൈനസ് എ സബ്സെറ്റ് ഓഫ് എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയി. എ കോംപ്ലിമെന്റ് എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് പോലെ. സോ ഫ്രം 1 and 2 എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ. If null set be the null set and U be the universal set, prove that A union A complement is equal to U and A intersection A complement is equal to null set. Since every set is a subset of the universal set, A complement A union A complement is a subset of U. നമ്മൾ പഠിച്ചിട്ടുണ്ട് A union A complement എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് null set ആണ്. അത് സബ്സെറ്റ് ഓഫ് യുവിനകത്തുണ്ട്. Again, let x be an arbitrary element. നമ്മൾ എടുക്കുന്ന ഒരു എലമെന്റ് ആണ് x എന്ന് വിചാരിക്കുക. അത് സെറ്റിനകത്തുള്ളതാണ്, യുവിനകത്തുള്ളതാണ്. x belongs to u. x belongs to a or x not belongs to a. യുവിനകത്തുള്ള എലമെന്റ് എന്ന് പറയുമ്പോൾ അത് എയിനകത്തുള്ളതും കൂടി ആവാം, അല്ലെങ്കിൽ എയിൽ അല്ലാത്തതാവാം. സപ്പോസ് ദിസ് ഇസ് യു. ഈ റെക്ടാംഗിൾ വെച്ചിരിക്കുന്ന യു. ഓക്കെ, ദിസ് ഇസ് യു. ഇവിടെ എ ഉണ്ട്. 1 2. ദിസ് ഇസ് 3 4. അപ്പൊ ഇവിടെ എനകത്തുള്ള എലമെന്റ് ആണ് എന്ത്? 1 2. അത് എവിടെയാണ്? യുവിനകത്തും ഉണ്ട്. അപ്പൊ എനകത്ത് വരാം, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഒരു റൗണ്ട് ആണെന്ന് വിചാരിക്കും. അതിനകത്ത് ഒന്നുമില്ല. പറയാൻ മനസ്സിലായി? അപ്പൊ യുവിനകത്ത് ഉള്ളതും എന്താണ്? എനകത്ത് വരാം, എനകത്ത് ഇല്ലാത്തതും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് എന്താണ്? യുവിനകത്ത് വരാം, എനകത്ത് വരാം. അപ്പൊ 1 2 എനകത്തുണ്ട്, 3 4 എനകത്തില്ല. എ എന്ന് പറഞ്ഞതിനകത്ത് 3 4 ഇല്ല. അപ്പൊ യുവിൽ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അത് മേ ബി ഇൻ എക്സ് ഓർ നോട്ട് ഇൻ എക്സ്. എക്സിന്റെ അകത്ത് വരാം, എനകത്ത് വരാം, അല്ലെങ്കിൽ എന് പുറത്ത് വരാം. ഒന്നുകൂടി പറയാം സാർ. യുവിനകത്തുള്ള ഒരു എലമെന്റ് എന്റെ ഉള്ളിൽ വരാം, അല്ലെങ്കിൽ എന് പുറത്ത് വരാം. മനസ്സിലായോ? അപ്പൊ എക്സ് ബിലോങ്സ് ടു യു എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എക്സ് മേ ബി ഇൻ എ ഓർ എക്സ് മേ നോട്ട് ബി ഇൻ എ. എനകത്ത് വരാം, അല്ലെങ്കിൽ എയിൽ ഇല്ലാതിരിക്കാം. ക്ലിയർ? എക്സ് ഇസ് നോട്ട് നെസസറിലി ആൻ എലമെന്റ് ഓഫ് എയുടെ എലമെന്റ് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. യുവിലെ എലമെന്റ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എയിൽ തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് നോട്ട് ബിലോങ്സ് ടു എന്താണ്? എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ്. ഒന്നില്ലെങ്കിൽ എക്സ് എനകത്ത് വരാം, അല്ലെങ്കിൽ എ കോംപ്ലിമെന്റിനകത്ത് വരാം. ക്ലിയർ? എന്താണ് അങ്ങനെ എഴുതാൻ സാധിച്ചത്? എക്സ് ബിലോങ്സ് ടു, അത് ഇവിടെ തന്നെ എടുത്ത് എഴുതി. എക്സ് നോട്ട് ബിലോങ്സ് ടു എന് പകരം നമുക്ക് എഴുതാൻ പഠിച്ചിട്ടുണ്ട് എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓർ വന്നാൽ നമ്മൾ ഇവിടെ ചേർക്കുന്ന സൈൻ എന്ന് പറയുന്നത് യു ആണ്, യൂണിയൻ. അപ്പൊ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഓർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചേർക്കണം? യു. സോ എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ എ കോംപ്ലിമെന്റ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എക്സ് എന്ന് പറയുന്നത് എ യൂണിയൻ എ കോംപ്ലിമെന്റിനകത്തുണ്ട്. സോ യു ഇസ് ദ സബ്സെറ്റ് ഓഫ് എന്താണ്? എ യൂണിയൻ എ കോംപ്ലിമെന്റ്. അപ്പൊ നമ്മൾ യുവിൽ ഉണ്ടെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്.
അവസാനം നമ്മൾ എന്തിൽ എത്തിച്ചേർന്നു? എക്സ് എവിടെയുണ്ടെന്ന് എത്തിച്ചേർന്നു? എ യൂണിയൻ എ കോംപ്ലിമെന്റിലുണ്ടെന്ന് എത്തിച്ചേർന്നു. അപ്പൊ യു എന്ന് പറയുന്നത് എ യൂണിയൻ എ കോംപ്ലിമെന്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, തുടങ്ങിയത് എന്താണോ? എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇസ് സബ്സെറ്റ് ഓഫ് യുവിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ക്ലിയർ? അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 ആൻഡ് ഫ്രം ഇക്വേഷൻ 2 വി ക്യാൻ പ്രൂവ് ദാറ്റ് എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. The null set is the subset of every set. Null set എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും എന്താണ്? സബ്സെറ്റ് ആണ്. അപ്പൊ null set is a subset of A intersection A complement also. അതുകൊണ്ട് null set ഇതിന്റെയും കൂടി സബ്സെറ്റ് ആണെന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഇന്റർസെക്ഷൻ ആണ്, ഇതിന്റെ അർത്ഥം ആൻഡ് എന്നാണ്. ആൻഡ് അതിന്റെ അർത്ഥം എക്സ് എനകത്തും ഉണ്ടാവണം, എക്സ് എന്തിനകത്തും ഉണ്ടാവണം? എ കോംപ്ലിമെന്റിനകത്തും ഉണ്ടാവണം. ഇത് അങ്ങനെ തന്നെ സാർ എഴുതി, എക്സ് എനകത്തും ഉണ്ട്. ഇതിന് പകരം എന്ത് എഴുതാൻ പറ്റും? ഇതിന് പകരം എനിക്ക് എക്സ് എ കോംപ്ലിമെന്റിനകത്ത് ഉണ്ടെങ്കിൽ എക്സ് എവിടെ ഇല്ല എന്ന് എഴുതണം? എനകത്ത് ഇല്ല എന്ന് എഴുതാം. ഇത് രണ്ടും ആൻഡ് എക്സ് എയിലുണ്ട്, എക്സ് എയിലില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ട്, എയിലുണ്ട് എയിലില്ല. അങ്ങനെയാണെങ്കിൽ അത് നൾ സെറ്റ് ആണ്. ഓക്കെ, there is no such element which is included as well as not included in A. എയിലുണ്ട് എയിലില്ല, അങ്ങനെ എലമെന്റ് ഇല്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് ദ നൾ സെറ്റ്. സോ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് നൾ സെറ്റ്. അപ്പോ നൾ സെറ്റ് is subset of A intersection A complement equation number 1. A intersection A complement is null set subset of null set equation number 2. ഇത് രണ്ടും സെയിം ആണ്. നമ്മൾ പഠിച്ച അങ്ങനെ തീരെ അനുസരിച്ച് A subset of B and B subset of A, then A is equal to B. Therefore A intersection A complement is equal to null set. ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കാണുക. കുറെ തവണ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതിന് മുന്നേ പഠിപ്പിച്ച തിയറീസ് ഒക്കെ നന്നായിട്ടൊന്ന് നോക്കാം.